ഒരു ഷെയറിൻ്റെ വില 3,81,000 രൂപയാണ് ഇന്ത്യൻ മണി. $4,150 വില. നിങ്ങൾക്ക് 38,000 വെച്ച് 12 മാസം കിട്ടും. ഷെയർ വാല്യൂൻ്റെ 10% 12 മാസം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 42,500 അപ്പ് സ്റ്റോക്കും തരുന്നുണ്ട്. സാർ ഷെയർ എടുത്താൽ 38,000 വെച്ച് 12 മാസം കിട്ടും. 42,500 അപ്പ് സ്റ്റോക്കും കിട്ടും. ഇന്ന് മാർക്കറ്റ് വാല്യൂ ഉള്ള ഏകദേശം 10 ലക്ഷം റുപ്യ ടോക്കൺ ഇപ്പോൾ തന്നെ കിട്ടുന്നത്. അതിന് 12 മാസം കഴിഞ്ഞാൽ അതിന് വാല്യൂ എത്ര ഉണ്ടെന്ന് അന്നത്തെ മാർക്കറ്റ് വരയ്ക്ക് വയ്ക്കാം. പ്ലസ് ലൈഫ് ടൈം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയർ കിട്ടിക്കൊണ്ട് പോകും. അതാണ് ഷെയറിൻ്റെ പ്രത്യേകത. ഷെയർ ബോണ്ട് കൊടുക്കുന്നുണ്ട്, അപ്പർ സ്റ്റോക്കിന് അവരുടെ വാലറ്റിൽ കൊടുക്കുന്നുണ്ട്, സെക്യൂരിറ്റി ആയിട്ടുള്ള വലിയ സംഭവമല്ലേ. കാരണം BSE സ്കാനിൽ 5 എക്സ്ചേഞ്ചിലുള്ള ടോക്കനാണ് നിങ്ങൾക്ക് BSE സ്കാനിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എവറി മന്ത് 10% കിട്ടും, 12 മാസം കിട്ടും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഷെയറും കിട്ടും, ഈ ടോക്കൺ സെല്ലും ചെയ്യാം. സുഹൃത്ത്, ഇന്ത്യൻ ബോണ്ടാണോ തരുന്നത്? UK ഉള്ള കമ്പനിക്ക് നിങ്ങൾ ഇന്ത്യൻ ബോണ്ടാണോ ഷെയറിന് തരുന്നത്? ഈ ഷെയറിൻ്റെ വാല്യൂ നിങ്ങൾ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഈ ഷെയർ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്ത് അവിടെ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ആണിത്. അവിടെ വിർച്വൽ രജിസ്ട്രേഷൻ, അവിടെ അങ്ങനെ ഒരു ഷോപ്പൊന്നും കാണാനില്ല. ഒരു ഓഫീസ് സ്പേസിൻ്റെ സ്ഥലം അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൈസ ഈ 3,81,000 എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്? ഒരു കമ്പ്യൂട്ടർ കട തുടങ്ങാനുള്ള ലൈസൻസാണല്ലോ കിട്ടിയുള്ളത്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ പോലും കംപ്ലീറ്റ് ആവാതെ ഇത് നിങ്ങൾ ലിസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. ഇത് ഏത് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഏത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ ഈ കമ്പനി, ഈ അപെക്സ് ടോക്കൺ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, വിർച്വൽ രജിസ്ട്രേഷൻ നടത്തിയുള്ള കമ്പനി ഏത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഇതിന് നിങ്ങൾക്ക് ആരാണ് അതോറിറ്റി തന്നത്? ഈ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൻ്റെ ലൈസൻസിന് 3,80,000 ഒക്കെ ഒരു ഷെയറിന് പ്രൈസ് ഇടാനും അത് ആളുകളിൽ നിന്ന് പിരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരാണ് അതോറിറ്റി തന്നിട്ടുള്ളത് ഇന്ത്യയിൽ ഇങ്ങനെ പൈസ പിരിമാറ്റാൻ വേണ്ടിയിട്ട്? ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഇൻഫോസിസ്. അതിൻ്റെ ഷെയറിൻ്റെ പ്രൈസാണ് 1,800 രൂപയാണ് ഇന്നത്തെ പ്രൈസ്. അപ്പോൾ നിങ്ങൾ ഈ പ്രൈസ് എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഈ 2,30,000 അല്ലെ 80,000? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഗവൺമെൻറ് ഓഫ് UKക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, നിങ്ങൾക്കൊരു ഷെയർ കിട്ടണമെങ്കിൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്ത് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുക്കുന്നത്. 2, ഒന്ന് പബ്ലിക്കിന് പ്രൈവറ്റ് ഷെയർ എങ്ങനെ കൊടുക്കുന്ന ഇന്ത്യയിൽ അതിനാണ് കൊടുക്കുക. അതുകൊണ്ടാണ് അവരാണ് പറയുന്നത്. കാരണം അവർ 30ഓളം PDF ഞങ്ങൾക്ക് വിട്ടുതരാം. അങ്ങ് നല്ലോണം ഒന്ന് പഠിക്കുന്നതിനെ കുറിച്ചിട്ട്, ഇത് ഉള്ളതാണോ ഉള്ളതല്ലേ, എന്നിട്ട് ആ ഷെയറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് അവരെ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. അതേമാതിരി അവരെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അത് ഞങ്ങൾക്ക് വിട്ടുതരാൻ നോക്കി പഠിച്ചോളി. ഓക്കെ, എന്നിട്ട് 3,42,250 അതിനെന്താ തരുന്നത്? ഇന്ന് മാർക്കറ്റിൽ ലോകത്ത് ടോപ്പ് എക്സ്ചേഞ്ചായ ബിഗ് മാർട്ടർ എക്സ്ചേഞ്ച് എന്താ, ലോകത്തിൽ 90 ലക്ഷം പബ്ലിക്കുള്ളതാണ്. 500ഓളം ഓൺ ചാനലുണ്ട്. 9 ലാംഗ്വേജുള്ള എക്സ്ചേഞ്ചാണ് അമേരിക്കൻ്റെ US-ൻ്റെ. അതിൻ്റെ മേലക്കൊരു എക്സ്ചേഞ്ച് അമേരിക്കയിലില്ല. അതിലാണ് ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്നത്, അപ്പെക്സ്. അതിൻ്റെ CEO എന്ന് പറഞ്ഞാൽ അഭിജിത്ത് മണി എന്നാണ്. അയാളാണ് ഈ കമ്പനിൻ്റെ ഓണർ. നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയിട്ട് അവിടെ നോക്കിയാൽ 4ഓളം ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണേ. അവിടെ മെയിൽ ചോദിച്ചാൽ മതി ഇതിൻ്റെ CEO ആരാണെന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇനി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വിട്ടുതരാം. നിങ്ങൾ നല്ലോണം ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് 100% ക്ലിയർ ആണെന്ന് നോക്കുക. നിങ്ങളെ പഠനം എന്നല്ല, ഈ കമ്പനിയെ കുറിച്ച് പഠിക്കുക. ഓക്കെ, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ UKയിലുള്ള ഈ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിന്റെ പേരിൽ ഇന്ത്യയിൽ ഈ 3 ലക്ഷം പിരിച്ചു കൊണ്ടുവന്നത് ഇന്ത്യയിലെ നിയമങ്ങളുടെ ലംഘനാവില്ലേ? അതെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് പറയുന്നുള്ളത്. അല്ലാതെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ട് ലിസ്റ്റ് ചെയ്യുന്ന എവിടെയും പറയണില്ലല്ലോ, ഒരിക്കലും പറയണില്ല. നിങ്ങളെന്താ ഈ നമ്പർ, നിങ്ങൾക്ക് സാധാ നാട്ടിൽ നമ്പറില്ല? അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. ലിസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇന്റേണൽ ആയിട്ട് കൂടും. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾ ലിസ്റ്റ് ചെയ്തു എന്ന് ചാനലുകൾ മുഴുവൻ പറയുന്നത് വ്യാജമാണ്. അപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അത് രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലേ? ശരിയല്ലേ? ഇത് ഞാൻ മുൻപ് തന്നെ നോക്കിയതാണ്. നിങ്ങളെ ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ മുൻപ് തന്നെ ഉണ്ട്. എന്നിട്ടോ നിങ്ങളുടെ ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം ഞങ്ങൾ അരിച്ചു പറക്കിയതാണ്. 10ന്റെ പൈസ എല്ലാം അൺപെയ്ഡ് ക്യാപിറ്റലാണ്. അതായത് 10ന്റെ പൈസ ക്യാപിറ്റലായിട്ട് കാണിച്ചിട്ടില്ല. എല്ലാം അൺപെയ്ഡ് ആണ്. നിങ്ങൾക്കിത് നോക്കാൻ അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങളിത് നോക്കിയതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഒരുപാട് കമ്പനി ഉണ്ട് ഇല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാർക്കറ്റിൽ ലൈവിൽ നിൽക്കുന്നത് അതിൻ്റെ CEO കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ മുന്നേ നമ്മൾ സംസാരിച്ച ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു, നിങ്ങളെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഓക്കെ, 2009-10 കാലങ്ങളിൽ ബിറ്റ് കോയിൻ വന്നപ്പം ഇതേമാതിരി കുറേ ആളുകൾ അതിനെ നിരസിച്ചിട്ട് ഉള്ള ആളുകളെ മൊത്തം നെഗറ്റീവാക്കിയ നിങ്ങളെ കുറേ ആളുകളാക്കിയിട്ടുണ്ട്.
ആ ആളുകളൊക്കെ ഇന്ന് ദുഃഖിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അന്നാകെ 3 രൂപ 4 രൂപയുള്ള ഈ സാധനം ലോകത്ത് നടക്കൂല പിടിക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരുപാടെണ്ണം 2017 വരെ ഇതിനാകെ വിമർശിക്കുകയായിരുന്നു ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ മേഖലയെ കുറിച്ചിട്ട്. ഓക്കെ, ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി കാരം അത് ബിറ്റ് കോയിൻ കാരം ഇല്ലേ. ബേസിക് തുടങ്ങുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോഴാണ് ഇതെല്ലാം റൺ ചെയ്യുക. ഏതും ഇപ്പം നിങ്ങൾക്കറിയാം, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ സാധനമാണ് ആദ്യമായിട്ട് വന്നത്. കണ്ടായിരുന്നോ? ഫസ്റ്റ് വന്ന് ബ്ലോക്ക് ചെയിൻ എന്നുള്ള സിസ്റ്റമാണ് ആദ്യമായിട്ട് വന്നത്. അത് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓരോ അപ്ഡേഷൻ വന്ന് ഓരോ സംഭവം വന്നുകൊണ്ടേ നിന്നു. ഇന്നെന്താ ഉണ്ടായിരിക്കുന്നത്? ഇന്ന് ലോകമാകെ പരന്ന് കിടക്കുക ഇല്ലേ. ആൾക്കാരുടെ ജീവിതം പരാജയപ്പെട്ടു. കേരളത്തിൽ വന്ന് 95% ഇങ്ങനത്തെ സാധനങ്ങൾ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റേക്കിംഗ് പീരീഡ് ഇതിൻ്റെ സ്നേഹിത നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു നല്ല ഒരു ഒരു ട്രസ്റ്റഡ് എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് എത്രയോ ക്രിപ്റ്റോ കറൻസികളുണ്ട്, അത് വാങ്ങി ഹോൾഡ് ചെയ്യാം. റേറ്റ് കൂടുമ്പോൾ ഒക്കെ അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഈ ചെയ്യുന്നത് മണി റൊട്ടേഷനാണ്. ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൻ്റെ ലൈസൻസ് എടുത്ത് വെച്ചിട്ട് ഈ ടോക്കണിൻ്റെ അതേ പേരുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൻ്റെ ലൈസൻസ് അവിടെ ഉണ്ടാക്കിയിട്ട് ഇത് UK ബേസ്ഡ് കമ്പനിയാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് ബാക്കി നിങ്ങളുടെ അടുത്ത് നമ്മൾ ഇറങ്ങി നോക്കിയിട്ടില്ല. നിങ്ങൾ ഇതേപോലത്തെ ഒരു എക്സ്ചേഞ്ച് അല്ല നിങ്ങളുടെ കയ്യിൽ ഒരു വ്യാജ എക്സ്ചേഞ്ച് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നടത്തുന്ന തട്ടിപ്പാണ്. ഇത് മണി റൊട്ടേഷനാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഏത് ട്രേഡ് നടത്തി കഴിഞ്ഞാലാണ് നിങ്ങളിപ്പോൾ ഈ പറയുന്ന റിട്ടേൺസ് കൊടുക്കാൻ വേണ്ടി പറ്റുക? അതായത് ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ ഒരു 4500 ഇടുന്ന ആളുകൾക്ക് 10,000 വരെ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ട്രേഡിങ് നടത്തിയാലും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡറാണ്. ഈ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടൊന്നും ഈ വീട്ടിലെ പെണ്ണുങ്ങളോട് പറയുന്ന പോലെ ഒന്നും നമ്മളോട് നമുക്കിതൊക്കെ ട്രേഡിങ്ങിൽ എത്ര ലാഭം കിട്ടും, എന്തൊക്കെ കിട്ടുമെന്നൊക്കെ അറിയാം. ഈ ബിറ്റ് കോയിനും അതുപോലെ മറ്റ് ക്രിപ്റ്റോ കറൻസികളെല്ലാം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കും വേണേൽ ലിസ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ പേരിൽ നടത്തുന്ന പണപ്പിരിവുണ്ടല്ലോ, ഈ കമ്പനിയുമായിട്ടൊരു ബന്ധമില്ലാതെ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൻ്റെ ലൈസൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഷെയറുകൾ വിൽക്കാനും അതിലേക്ക് സ്റ്റേക്കിംഗ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് പൈസ വെച്ചിട്ട് അത് റൊട്ടേറ്റിംഗ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് നിയമവിരുദ്ധമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ആളുകൾ ഇൻഡിവിജ്വലായിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ അവർക്ക് ഇഷ്ടമുള്ള ക്രിപ്റ്റോ കറൻസി ലോകത്ത് ഏകദേശം 10,000-20,000 ക്രിപ്റ്റോ കറൻസികളുണ്ട്. അപ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി ഒക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനല്ല നമ്മൾ പറയുന്നത്. UK ഒരു 3,500 രൂപ കൊടുത്തിട്ട് കമ്പനി ഇവിടുന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ പൈസ പിരിക്കല്ലേ, ഷെയർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം കിട്ടുമ്പോഴേ ഇതൊന്ന് വായിച്ചു നോക്കിയോക്കൂടെ. അത് UK കമ്പനീസ് ആക്ട് സെക്ഷൻ 755 ആണ്. ഇതാണ് അവിടെ പ്രൈവറ്റ് കമ്പനികൾ പബ്ലിക്കിന് ഷെയർ ഓഫർ ചെയ്യുന്നത്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ പബ്ലിക്കിന് ഷെയർ ഓഫർ ചെയ്യുന്നത് നിരോധിക്കുന്ന നിയമം, കമ്പനീസ് ആക്ട് 2006. ഓക്കെ, ഇത് ഇന്ത്യയിലും പറ്റില്ല. എവിടെ ചെയ്ത് കഴിഞ്ഞാലും ഇത് ക്രിമിനൽ കുറ്റമാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയറുകൾ പബ്ലിക്കിന് ഓഫർ ചെയ്യുക എന്നുള്ളത്. രജിസ്റ്റർ ചെയ്തൊരു കമ്പ്യൂട്ടർ ഷോപ്പിന്റെ മറവിൽ ഇന്ത്യയിൽ നിന്ന് പൈസ പിരിക്കുന്നു എന്നത് അത് വേറെ കുറ്റം. അത് UK പറ്റില്ല എന്ന് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ UK ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് പൈസ പിരിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ UK പോലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുടെ ഷെയറുകൾ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നത് അവിടെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും പ്രോഹിബിറ്റഡ് ആണ്. അൺലിമിറ്റഡ് കമ്പനികൾക്ക്, പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കൊക്കെയാണ് ഷെയറുകൾ പബ്ലിക്കിന് ഓഫർ ചെയ്യാൻ പറ്റുക. സാറേ, ഈ അഭിജിത്ത് മായുടെ മേൽവിലാസം തരുമോ? നമ്മളൊരു കംപ്ലൈൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്.